ഹേ ഗായ്സ്, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കാസർഗോഡ് സ്വദേശിയായ ചിന്നപ്പാപ്പിൻ്റെ മരണം വളരെ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. കാരണം അത്രയും എനർജറ്റിക് ആയ ഒരു പേഴ്സൺ ആയിരുന്നു. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ആയിരുന്നു. കാരണം ഭയങ്കര നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ചിന്നപ്പാപ്പ്. അപ്പം കല്യാണം കഴിഞ്ഞ് 4 വയസ്സായൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വേറൊരു പെണ്ണുമായി ഒളിച്ചോടിപ്പോയി. അതിൻ്റെയൊക്കെ മനോവിഷമം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. വേറൊരു എന്താ പറയുക, ആൺസുഹൃത്തുമായിട്ട് വാടക വീട്ടിലായിരുന്നു താമസിച്ച് വരുന്നത്. അതിനിടയിലായിരുന്നു ഈ ഒരു മരണം ഉണ്ടായത്. ഞാൻ ഉച്ചയോടെയായിരുന്നു സംഭവം. 2 മണി, ഏകദേശം 2 മണി ആ സമയത്തായിരുന്നു സംഭവം. ആൺസുഹൃത്ത് കുറേ ഫോണ് വിളിച്ചപ്പോൾ ചിന്നപ്പാപ്പ് എടുത്തില്ല. അതിനുശേഷമാണ് പിന്നാലെ മരണവാർത്ത അറിഞ്ഞത്. അവൻ കണ്ടു. അവിടെ എത്തിയിട്ട് ആൺസുഹൃത്ത് കണ്ടപ്പോൾ നിലവിളിച്ച് ആളെ കൂട്ടി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ ഒരുപാട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉള്ളിലൊരു ഒതുക്കി വെച്ച ഒരുപാട് സങ്കടങ്ങൾ പറയാൻ പറ്റാതെ ഇങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ടാവും. പക്ഷെ എന്നാലും ആൾക്കാരുടെ മുന്നിൽ അവർ ഒന്നും അറിയിക്കാതെ ആ ഒരു ചിരിയിൽ ഒതുക്കി വെക്കുന്ന കുറേ ആൾക്കാർ. അപ്പം 2 ദിവസം മുന്നേ വരെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും നല്ലൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആണ് അവളോട് ചെയ്യാറുള്ളത്. നല്ലൊരു പേഴ്സൺ ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ചിന്നപ്പാപ്പു. പക്ഷേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമില്ല ഗൈസ്. കാരണം നമ്മളിപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള വിഷമത്തിന് നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം അത് നികത്താൻ പറ്റാത്തതാണെന്ന് ആദ്യം ഓർത്ത് വെക്കുക. നമ്മുടെ ഈ ഒരു നമ്മൾ മരിച്ചാൽ നമ്മളെ കുറിച്ചുള്ള ആ ഒരു വേദന ഒരു മാസം കൂടി പോയാൽ അതിൽ കൂടുതൽ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ നമ്മളോടുള്ള ആ ഇഷ്ടമൊക്കെ കുറയും. നമ്മുടെ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ കാണുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഓർമ്മ വരിക. എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവൻ ബലിയർപ്പിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവർക്ക് കൂടുതൽ ഊർജ്ജം ലഭിച്ച് പിന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് അവർ വലിയൊരു നിലയിൽ എത്തുകയാണ് ചെയ്യുക. നമ്മളെ ഫാമിലി, നമ്മളെ മക്കൾ, അവരാണ് ആകെ ഡൗൺ ആയി പോകുന്നത്. അപ്പോൾ ആർക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.